കയറി നിൽക്കണേ. ഹായ് ഡിയേഴ്സ്, ഞാനൊരു ഈവനിങ് വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. ദെൻ മുഹറം 10 നോമ്പിൻ്റെ ദിവസമാണ്. അപ്പോൾ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടാക്കാറുണ്ട്. ദെൻ ഞാൻ അതിനായിട്ട് പോവാണ്. ഏത് അപ്പൊ ശരി, ഓക്കെ. എന്നാ ഞാനിനി നെക്സ്റ്റ് മട്ടനുണ്ട്, മട്ടൻ കുറുമ ഉണ്ടാക്കണം. പിന്നെ ചിക്കൻ ഞാൻ ഓൾറെഡി മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ദെൻ അത് പൊരിച്ചെടുക്കണം. പത്തിരിയുടെ പണി ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അത് ഞാൻ വൈകുന്നേരം ആവുമ്പോൾ ഞാൻ ഉണ്ടാക്കിച്ചാണ്. അല്ലിവും ഇസു ഇവിടെ നടക്കുന്നുണ്ട്. ഇസുവിൻ്റെ പരിപാടി ഇതൊക്കെയാണ്. ഡ്രസ്സ് ഞാൻ കുറുമയൊക്കെ അല്ലിബിനെ വലിച്ചു കൊണ്ടുപോകുന്നത്. അല്ലിബിന് വെള്ളം വേണം. വെള്ളം ഒരു പ്രാവശ്യം കൊടുത്തതായിരുന്നു, അത് അവിടെയോ ഒഴിച്ച് വന്നിട്ടാണ്. അല്ലിബിന് മെയ് തരാം. ഏതട്ടെ എന്റെ അത് ഓൾറെഡി ഇട്ടുക്കണു. ഇത് അല്ലിബിന് കൊടുക്കട്ടെ. ഇതിൽ വെക്ക്. ശരിയാക്കി കൊടുക്കുന്നു. അല്ലിബോ ഇസുവ തരൂട്ടാ. അപ്പൊ അത് വെച്ചിട്ടില്ലാന്ന്. അപ്പൊ എന്നാ ശരി, ഓക്കെ. ഞാനിനി ഈ ഐറ്റംസ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കട്ടെ. ഇനി ഈ ഐറ്റംസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തൊക്കെ എടുത്ത് വെക്കാം. വെല്ലുള്ളി കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് തക്കാളി, ചെറിയ തക്കാളി മതി. ഈ മട്ടൻ കുറുമയ്ക്ക് വല്ലാണ്ട് തക്കാളി വേണ്ട ആവശ്യമില്ല. What is വന്നിട്ടുണ്ട്. പക്ഷെ ഇത് ഞാൻ ഫുള്ളായിട്ട് അരിഞ്ഞില്ലേലും കുഴപ്പമില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇനി മസാലേൻ്റെ ഇത് ഉണ്ടാക്കില്ലേ. അപ്പോൾ പിന്നെ ഇത് ഈ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വഴറ്റിന് ശേഷം ഒന്നും കൂടി ഞാൻ മിക്സിയിലിട്ട് അടിക്കും. അപ്പോൾ പിന്നെ ബാക്കി അരിയാത്തതും കൂടി അരിഞ്ഞോളല്ലോ. ഞാൻ ഇതിലേക്കുള്ള ഏലക്കായും ഒക്കെ ഒന്ന് എടുത്തതാണ്. ഇതൊക്കെ കറിക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്. എന്ത് സുവ കാട്ടണേ, എന്ത് സുവ കാട്ടണേ. അതെന്താ ഇതിമ്മ ഫ്രണ്ടിൽ വെച്ചിക്കണു ഷർട്ട്? ചൂട് വരുമ്പോ ചൂടാ
എന്ത് ആ ആ ഓക്കെ സി യു. അങ്ങനെ അപ്പോൾ നമ്മള് ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. പാന് ചൂടായിട്ടുണ്ട്. ദെൻ വെളിച്ചെണ്ണ, എന്താണ് ഇജോ? വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ നമുക്ക് ഈ ഐറ്റംസ് ഒക്കെ ഇടാം. കറാമ്പൂ, ഏലക്കായി, പട്ട നമുക്കിതിട്ട് ചെറിയുള്ളി ഇടാം. ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. പിന്നെ നമുക്കതൊക്കെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. പിന്നെ നമുക്കതൊക്കെ തക്കാളി ഇട്ട് കൊടുക്കാം. ദെൻ മിക്സ് വെൽ. നമുക്ക് വേപ്പിൻ്റെ ഇട്ട് കൊടുക്കാം. വേപ്പിൻ്റെ ഇട്ട് കൊടുക്കാം. അതുപോലെ ഇതിക്ക് വലിയ ജീരകം ഇട്ടെടുക്കട്ടോ. ഞാൻ മല്ലിപ്പൊടി ഇട്ടെടുക്കാം. മല്ലിപ്പൊടി ഇതേ നിങ്ങൾ കരിയാതെ നോക്കണം. മസാല കരിഞ്ഞാലും ഒരു രസമില്ല. മെയ് കറി ഉണ്ടാക്കുക പോല. കറി ഉണ്ടാക്കാം. ആര്? ഇസുവേ? ഇസുവ അതവിടെ? എന്ത് വന്നെ? ജോജോ ജോജോ കാണും. ഇതന്നെ നമുക്ക് ഈ മസാല ഇനി ചൂടാറാൻ വെക്കാം. എന്നിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാനുള്ള. ഇനി അപ്പത്തിന് നമുക്കിനി ചിക്കൻ പൊരിച്ചെടുക്കാം. ഇതിന് ഓൾറെഡി കുറച്ച് സൺഫ്ലവർ ഓയിൽ ഉണ്ടായിരുന്നു. ചിക്കൻ പൊരിച്ചതിൻ്റെ ബാക്കിയായിരുന്നു. എന്താ പന്ന? എന്താ പറയണേ? സുഖ കാട്ടേ വണ്ടിയേറ്റോ? അല്ലെങ്കിൽ നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കാം. ചിക്കനൊക്കെ ഞാൻ നമ്മളുടെ ചിക്കൻ ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ചിക്കനൊക്കെ മറിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് കുറച്ച് ഫ്ലേവറിനുണ്ട്. കുറച്ച് കേൾക്കുന്നത് വെക്കാം. What are you doing? I am going. No, I am going to sister. You come here. No. Okay, tata. Bye bye. Bye bye. അല്ലിപ്പോ Bye. എന്ത് ചെയ്യണേ? Nani. നിങ്ങൾ എന്ത് ചെയ്യണേ? Nani. ഞാന് Nani. എന്ത് തിന്നാ? കൈ മുട്ടായിയാ? എടുക്കണ?
കയറി നിക്കണേ? എങ്ങോട്ട് വരിക? എടുക്കമ്മ ഇപ്പൊ എടുക്കാം ഓക്കെ. ആ ഓക്കെ. ഞാൻ ഈ മട്ടനൊന്ന് കഴുകി എടുക്കട്ടെ, എന്നിട്ട് കാണാം. മട്ടൻ അങ്ങനെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചിക്കൻ നമ്മുടെ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഈ വെക്കാം. അങ്ങനെ ഇത് ചൂടാറിയിട്ടുണ്ട്. ഇതിനി നമുക്ക് ജാറിലിട്ടിട്ട് അടിച്ചെടുക്കാം. എന്താ പപ്പ വന്നിട്ട് എടുത്തരും. ഇതിലേക്ക് നമുക്ക് നോർമൽ വാട്ടർ ഒഴിച്ചിട്ട് അടിച്ചെടുക്കാം. എന്താ ഇസുവ മുണ്ടണ്ട. ആ പപ്പായ. ഇനി നമുക്ക് ഈ അരച്ച് വെച്ച ഇത് ഇതിലേക്ക് എന്താ വന്നാ ഇസുവിനോട് മിണ്ടണ്ടാന്നോ? എങ്ങണ്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇടട്ടാ. ഇതിൽ കുറച്ച് ഉപ്പും ആഡ് ചെയ്യാം. ഒരു ഡാൻസ് കളിച്ചാ. ഇനി നമുക്ക് ഈ തേങ്ങ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് അതിന് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാം. ഇതൊരു മുക്കാൽ തേങ്ങ ഉണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. ഇത് അരച്ചെടുത്തിട്ടുണ്ടെന്ന് ഇതിൽ നിന്ന് തേങ്ങാപ്പാൽ എടുക്കാം നമുക്ക്. അങ്ങനെ തേങ്ങാപ്പാൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആവി പോകുമ്പോഴത്തേന് ഞാൻ മറ്റേ മാങ്ങ ജ്യൂസ് ഒന്നും ഉണ്ടാക്കട്ടെ. പഞ്ചസാര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പഞ്ചസാര അങ്ങനെ ഈ മാങ്ങ ഒന്ന് കട്ട് ചെയ്തിട്ട് മാങ്ങ ജ്യൂസ് ഉണ്ടാക്കാം. ഇതിൻ്റെ ആവി പോയി നോക്കാം. പോയിട്ടുണ്ട്. അങ്ങനെ ഇതിൽ തേങ്ങാപ്പാലൊക്കെ ഒഴിക്കാം. തുറന്നിട്ട് ഉപ്പ് കമ്മിയുണ്ട്. ഞാൻ ഒന്നും കൂടി ഉപ്പിടാം കേട്ടോ. വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എന്താ മല്ലിയിൽ വേപ്പിൻ്റെ ഇലയിടാം.
ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ ആഡ് ചെയ്തൊക്കെ കേട്ടോ. ഇനി നമുക്ക് ഒരു 20 മിനിറ്റ് കുക്കർ അടച്ച് വെക്കാം. ഇനി ലാസ്റ്റ് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യണം, ഒന്ന് റെഡിയാക്കി വെക്കണം, ഒക്കെ ചെയ്യണം. ഇനി എനിക്ക് ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനും കൊണ്ടുള്ളൂ. എന്തായാലും ഞാൻ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ട് കഴിഞ്ഞിട്ട് കാണാം. വീഡിയോ എടുക്കാം. എന്താ ഇത് പറയണേ? ഞാനേ എൻ്റെ ഇവിടെ നല്ല ചൂടായി. എന്തൊരു ചൂടാ അറിയോ? പുറത്തൊന്നും നിൽക്കാൻ വയ്യ, രാത്രിയും പകലും ഒന്നും നിൽക്കാൻ വയ്യ. അമ്മ അതിൽ ചൂടാ. ഇനി പോകുമ്പോ എല്ലുത്തും. ഇനി ഫ്രൂട്ട്സ് ഒന്ന് കട്ട് ചെയ്ത് വെക്കട്ടെ. അപ്പോൾ അല്ലിപ്പോൾ ആര് ചെരുപ്പിട്ടിട്ടായിരുന്നേ? ആര് ചെരുപ്പാട്ടിക്കണേ? ആര് ഷൂ ഇട്ടിക്കണേ? ആര് ഷൂവാ? അല്ലിപ്പോന്റെ ഇസു എവിടെ? എവിടെ? കള്ള കൊണ്ടുപോയിരുന്നോ? അങ്ങനെ കള്ളം കൊണ്ടുപോയി ശരിയാവൂലല്ലോ. അങ്കിളിനെ അങ്കിള് കൊണ്ടുപോയോ ഇസുവിനെ? വന്ന അങ്കിള് കൊണ്ടുപോയോ? എന്ത് ചെയ്യാം? നോമ്പ് തുറക്കാനാവാനേക്കണം. അപ്പം ഞാനേ ഇനി ചായ ഉണ്ടാക്കട്ടെ. ചായക്കുള്ള വെള്ളം ഗെറ്റിലാണ് വെക്കണം.